ജിൻഡോ ചേട്ടന് ഇത്ര ഫാൻസ് വരാൻ കാരണം എന്തായിരിക്കും? ആളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാവുമല്ലോ, അതുകൊണ്ടാവും. ജാസ്മിൻ ചേച്ചി ഞാൻ ഇവിടുന്ന് കയറി പോകുമ്പോൾ വിചാരിച്ചിരുന്ന ആള് ഭയങ്കരമായിട്ട് എനിക്ക് ആര് വിന്നറായാലും എല്ലാവരും നല്ല ഒരു, ഞാൻ പറഞ്ഞ പോലെ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യോഗ്യതയുള്ള ഒരു അടിക്കട്ടെ, കപ്പടിക്കട്ടെ. അതിലിപ്പോ നമ്മളിപ്പോ ജിൻഡോ ചേട്ടൻ ഇത്ര ഫാൻസ് ഉണ്ട്, ജാസ്മിൻ ചേച്ചിക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയാനൊന്നും പറ്റും, ഒറ്റയടിക്കാവും. ഇപ്പൊ സിജോ ചേട്ടൻ ഈ ഒരാഴ്ച തന്നെ പുറത്ത് പോയി കണ്ടില്ലേ. അപ്പൊ ഞാൻ ആർക്കാ കപ്പടിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ജിൻഡോ ചേട്ടന് ഇത്ര ഫാൻസ് വരാൻ കാരണം എന്തായിരിക്കും? ആളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാവുമല്ലോ, അതുകൊണ്ടാവും. എന്തുകൊണ്ടായിരിക്കും ഫാൻസ് ഉണ്ടാവാന്ന് ചിന്തിച്ചിട്ടുണ്ട്? നമുക്ക് ഇങ്ങനെ അനലൈസ് ചെയ്യാലോ, ഓരോരുത്തർക്കും അനുസരിച്ച് കോമഡിയും ചെയ്യും, തല്ലൂടുന്ന സമയത്ത് തല്ലൂടും ചെയ്യും, ഡാൻസ് കളിക്കേണ്ട സമയത്ത് ഡാൻസും കളിക്കും. ഫേക്കിന് വേണ്ടി കാണിക്കുന്നതാണെന്നുള്ളൊരു അയ്യോ അങ്ങനെയൊന്നും ഇല്ല. ഈ പല സീസണിലും കാണാറുണ്ട് ഈ ഒറ്റപ്പെടുത്തുന്ന ഒരു ഭയങ്കര സ്റ്റാർ ആയിട്ട് മാറുന്നത്. ആ ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ടോ? ജിൻഡോ ചേട്ടൻ അവിടെ ആരും ഒറ്റപ്പെടുത്തിയിട്ടില്ലല്ലോ. അല്ല, കൂടുതലും ഗെയിംസിലൊക്കെ ആണെങ്കിലും കുറെയൊക്കെ പഴിചാറി അങ്ങനെയൊക്കെ ചെയ്യാറ്. ഒരിക്കലും ഇല്ല, പഴിചാരനല്ല. ആളുടെ ഭാഗത്ത് തെറ്റ് നമ്മൾ ചൂണ്ടിക്കാണിച്ച് അത് പറയുന്നു മാത്രമേ ഉള്ളൂ. പഴിചാരനല്ലല്ലോ ആള്, അത് ചെയ്യേണ്ട ജിൻഡോ ചേട്ടാ. ഇപ്പൊ എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആൾ അത് പറയും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്ന ഒരു ഇതൊന്നുമില്ല. ഈ നന്ദന നേരത്തെ സീസണൊക്കെ കണ്ടിട്ടുണ്ടോ? ആ കണ്ടു. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏതാ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്? ഈ സീസൺ ആണോ? ഈ സീസണാണോ അതോ മുമ്പുള്ള സീസണുകളിൽ ഏതാണ്? എനിക്ക് ഞാനുള്ള സീസണല്ലേ ഇഷ്ടപ്പെടുള്ളൂ. അല്ലെങ്കിലും കമ്പയർ ചെയ്യുമ്പോഴത്തേനും എനിക്ക് ഈ സീസൺ ഇഷ്ടം. ഈ സീസൺ ഇഷ്ടം ഞാൻ പറയുന്നൊക്കെ കഴിഞ്ഞ സീസണും എനിക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ ഫസ്റ്റ് സീസണിലെ സാബു ചേട്ടനും ഒക്കെ. ജാസ്മിനെ കുറിച്ചാണ് അഭിപ്രായം? ജാസ്മിനെ കുറിച്ച് ജാസ്മിൻ ചേച്ചി ഞാൻ ഇവിടുന്ന് കയറി പോകുമ്പോ വിചാരിച്ചിരുന്ന ആള് ഭയങ്കരമായിട്ട് എന്താ, എക്സ്ക്യൂസ് മീ സായിച്ചേട്ടാ, അവര് ചേച്ചി വന്നോണ്ട് കളിയാക്കണം എപ്പോഴും അവിടെ. നല്ല പ്രായമുണ്ട് ജാസ്മിൻ. ഇല്ല, 23 24 ആവും തോന്നുന്നു, അറിയില്ല. ജാസ്മിനൊക്കെ നല്ല പ്ലെയർ ആണെന്ന് തോന്നുന്നുണ്ടോ? ആള് ഗബ്രിച്ചായിട്ടുള്ള സമയത്ത് ആള് ഡിപ്പെൻഡ് ചെയ്ത് കളിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ ആള് മാക്സിമം ആളായി നിൽക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷെ അവിടെ ഇവിടെയൊക്കെ ആൾക്കൊരു കൈത്താങ്ങായിട്ട് ആൾക്കാർ കൂടെ വേണം എന്നുള്ളൊരു മെന്റാലിറ്റി ആയിരുന്നു ആള് പോയപ്പോ, ഗബ്രിച്ചേട്ടൻ പോയപ്പോ. ഫേക്ക് ഗെയിമറായിട്ട് തോന്നിയിട്ടുണ്ടോ ജാസ്മിനെ ആദ്യം മുതൽ എടുത്ത് നോക്കുവാണെങ്കിൽ? ചില സമയത്തൊക്കെ തോന്നിയിട്ടുണ്ടാവും. നമ്മൾ അതിന്റെ ഉള്ളിൽ കയറിയപ്പോ പിന്നെ നോർമലി ആളോട് സംസാരിക്കുമ്പോൾ നമുക്ക് അതൊന്നും കുഴപ്പമില്ല. ചില സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 കല്ല് വഞ്ചിട്ട് നിൽക്കണ പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുപോലെ ജിൻഡോ റിയൽ ആയിട്ടാണ് കളിക്കുന്നത് തോന്നിയിട്ടുണ്ടോ? അതായത് ഒറിജിനൽ ജിൻഡോ തന്നെയാണ് പ്ലേ ചെയ്യുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? ജിൻഡോ ചേട്ടന് ഒറിജിനൽ ചില സമയത്ത് ഒറിജിനൽ ആവും, ചില സമയത്ത് വേറെ സ്റ്റാൻഡ് എന്ന് അറിയില്ല, ആ അവസ്ഥയാവാറുണ്ട്. പക്ഷെ ആള് സോഷ്യൽ മീഡിയ കമന്റുകളിലൊക്കെ ഭയങ്കര അഹങ്കാരിയാണ്, ഭയങ്കര അതിനെപ്പറ്റി എന്താണ് തോന്നുന്നുണ്ട്? നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അങ്ങനെ? ഞാൻ കണ്ടിട്ടില്ല. ആറ്റിറ്റ്യൂഡിന്റെ ആയിരിക്കും. അതെ, ഞാൻ തൃശ്ശൂർക്കാരുടെ ഒരു പ്രത്യേകതയാണ്. ഞാൻ രതീഷേട്ടനും പറഞ്ഞിരുന്നില്ല കുറച്ച് നാള്. അഹങ്കാരി ഒന്നല്ല ചേട്ടാ, ഞാനൊരു പാവക്കുട്ടിയാണ്. നിങ്ങൾ വഴിയിൽ അറിയാം, എന്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ വഴിയിൽ അറിയുന്നതൊക്കെ.